JK3298 ഈ ഇവന്മാരൊക്കെ കമന്റ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാലും മറുപടി ഒന്നും പറയാൻ പോണില്ല. ഇത്രയും സമയം എനിക്ക് വേണ്ടി എൻ്റെ പേജിന് വേണ്ടി എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത താങ്കൾക്ക് വാരിക്കോരി നന്ദി. ഇനി നമുക്ക് താങ്കളുടെ സംഭവത്തിലോട്ട് പോവാം. ഗബ്രി ആൻഡ് ജാസ്മിനെ കുറിച്ച് പറഞ്ഞാൽ ചേച്ചിയോട് ഇഷ്ടം തോന്നും എന്ന് കരുതിയിട്ടാണോ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഗോ വാച്ച് ദാറ്റ് ഇന്റർവ്യൂ. വാട്ട് ഗബ്രി സെഡ് വാസ് ജാസ്മിന് ആവശ്യത്തിൽ കൂടുതൽ വൃത്തിയുണ്ട്. അവൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് എൻ്റെ കൂടെയാണ്. സോ ഐ നോ അവൾ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതാണ്, വെറുതെ എന്തിനാ വിട്ടേക്ക്. ദാറ്റ് ഈസ് വാട്ട് ഹീ സെഡ്. അതിനെയും വളച്ചൊടിച്ച് ഇങ്ങനെയൊക്കെ ഇട്ട് എന്ത് കിട്ടുന്നു മാൻ? ഓൾറെഡി വി ഹേറ്റ് യു ടു കോർ. കൂടുതൽ ഇരുന്ന് വാങ്ങിച്ച് കൂടുതൽ ഇരിക്കാനാണോ ഇത്രയും BB ഹൗസിൽ വെറുതെ പേഴ്സണായ നിങ്ങൾ? അറ്റ്ലീസ്റ്റ് ട്രൈ ടു സ്റ്റേ പോസിറ്റീവ്. അളിയ, ഉപദേശത്തിന് നന്ദി. ഈ സർട്ടിഫിക്കറ്റ് നീ ചൂടുകാലല്ലേ, അതുകൊണ്ട് വീട്ടിലിരുന്ന് തന്നെ വീശിക്കോ. ഓക്കെ, അപ്പം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഇതിൽ കുറച്ച് പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നീ ആദ്യം ജഡ്ജ് ചെയ്യൽ നിർത്തുക. ഓക്കെ, ഞാൻ ഗബ്രിയും ജാസ്മിനെയും പറ്റി സംസാരിക്കുന്നത് തെറ്റാന്ന് പറയുന്നത് നീ ആദ്യം എന്നെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ഒരാളെയും ജഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് ഇവിടെ ആർക്കുമില്ല. പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ജാസ്മിനെയും ഗബ്രിയെയും പറ്റി റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെയൊന്നും കാണിക്കാത്ത കുന്തളിപ്പ് നീ ഇവിടെ കാണിക്കുന്നത് എന്താണെന്നൊക്കെ മനസ്സിലായി. പിന്നെ താൻ പറഞ്ഞൊരു ഡയലോഗ് കൊണ്ട് വി ഹെയ്റ്റ് യു. ആരാണ് ഈ വി? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സംഘഗാനം പാടാൻ അറിഞ്ഞൂടോ? അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ഇപ്പോൾ സപ്പോസ് തന്നെ വെറുത്തുനിന്ന് വെച്ചോ, എൻ്റെ വീട്ടിൽ അരി വേവാത്ത വിഷയം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എല്ലാവരും ഇവിടെ ഗബ്രിയും ജാസ്മിനെയും പറ്റി സംസാരിക്കുന്നുണ്ട്. കാരണം കണ്ടന്റ് തരുന്നത് അതിനകത്ത് അവരാണ്, അതുകൊണ്ട് അവരെ പറ്റി സംസാരിക്കുന്നു. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പിന്നെയും പറഞ്ഞു വരുന്നുണ്ടല്ലോ. പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ്, വൃത്തിയുണ്ട്. പാവപ്പെട്ട കുടുംബവും വൃത്തിയും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഈ വൃത്തി എന്ന് പറയുന്നത് പാവം പണക്കാരുടെ ഇടയിലുള്ള സംഭവമല്ല, മനുഷ്യന്മാർക്ക് ഇടയിൽ ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ വൃത്തി എന്നുള്ളത്. പിന്നെ ഈ ഗബ്രിയും ജാസ്മിനെയും പറ്റി സംസാരിച്ച് ഇഷ്ടം നേടിയിട്ട് അത് കലത്തിലിട്ട് വേവിച്ചിട്ട് വേണ്ട എനിക്ക് എൻ്റെ കുടുംബത്തിനും 4 നേരം തിന്നാനായിട്ട്, അതും താങ്കളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഓക്കെ, പിന്നെ ഗോ വാച്ച് ദാറ്റ് ഇന്റർവ്യൂ. ഗബ്രി പറഞ്ഞിട്ടുണ്ട് ജാസ്മിന് ആവശ്യത്തിൽ കൂടുതൽ വൃത്തിയുണ്ട്, അവളെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് എൻ്റെ കൂടെയാണെന്ന്. അത് ഇവരെ രണ്ടുപേരുടെ ഹണിമൂൺ പീരീഡ് ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ ജാസ്മിൻ ഗബ്രിയുടെ കൂടെയായിരുന്നു ഫുൾ ടൈം. അതുകൊണ്ട് അവളുടെ വൃത്തി എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം ഗബ്രി എൻ്റെ ഉള്ളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പോയി കുളിക്കാനായിട്ട്. അപ്പൊക്കെ അവൾ കക്ഷം മണപ്പിക്കാൻ അങ്ങോട്ട് ചെന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഇവരെ രണ്ടുപേരുടെ ഹണിമൂൺ പീരീഡ് അല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ വേറെ 19 കണ്ടസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കണ്ടസ്റ്റന്റ് ആണ്. എല്ലാവരും റിവ്യൂ ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത്. പിന്നെ താൻ എന്നെ വെറുത്തു അല്ലെങ്കിൽ വി ഹേറ്റ് യു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഇവിടെ വെടുക്കെട്ടാറിനെ ഉടുക്കൂട്ടി പേടിപ്പിക്കാതിരിക്കുക. കാരണം 7-8 കൊല്ലം ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് ഈ ചരക്കാൻ തുടങ്ങിയിട്ട്. സോ ഐ നോ വാട്ട് ഈസ് സൊസൈറ്റി. ഓക്കെ, അപ്പം പിന്നെ സ്റ്റേ പോസിറ്റീവ് ഇനിയെങ്കിലും. ബട്ട് എന്ത് ചെയ്യാൻ ഇറ്റ്സ് ബേസിക് നേച്ചർ എന്ന് തോന്നുന്നു. നീയാണോ കോടതി? നീയാണോ എൻ്റെ തന്ത എൻ്റെ ബേസിക് ക്യാരക്ടറിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഇത്രയും റിയാക്ട് ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് എങ്ങനെയാണോ അതേപോലെയാണോ അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഗബ്രിയും ജാസ്മിനെയും പറ്റി സംസാരിക്കുന്നത് തെറ്റാന്ന് പറഞ്ഞ ആൾ വന്നിട്ട് കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് എന്നെ ജഡ്ജ് ചെയ്യാന്നുള്ളത്. എത്ര ആൾക്കാർ ഗബ്രിയും ജാസ്മിനെ പറ്റി സംസാരിക്കുന്നുണ്ട്? ഈ വീഡിയോന്റെ താഴെ ബോധമുള്ളവർ കമന്റ് ചെയ്യുക. ഈ വൃത്തിയും പാവപ്പെട്ടവരും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? ഗബ്രിയും ജാസ്മിനും അതിൻ്റെ ഉള്ളിൽ കളിച്ച ഗെയിമിനെ പറ്റിയിട്ടും ഞാൻ സംസാരിക്കുന്നുണ്ട്. പുറത്തിറങ്ങിയിട്ടുള്ള ഇന്റർവ്യൂവിൽ അവർ അറ്റൻഡ് ചെയ്യുന്ന രീതിയെ പറ്റിയിട്ടും ഞാൻ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ പേജിൽ എന്ത് വീഡിയോ ഇടണം എന്നുള്ളത് തൻ്റെ വീട്ടിൽ വന്നിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പെർമിഷൻ വാങ്ങിക്കണമെന്ന് അറിയില്ലായിരുന്നു. ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ തന്നെ അതില്ലാതെ എങ്ങനെ വീഡിയോ ഇടാൻ പറ്റുന്ന എനിക്കൊന്ന് നോക്കട്ടെ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഓക്കെ, അപ്പോൾ കുടുംബം നോക്കുന്നു, പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണെന്നൊക്കെ വെച്ചിട്ട് വൃത്തി പാടില്ല അല്ലെങ്കിൽ ആവശ്യം കൂടുതൽ വൃത്തിയുണ്ട്. കഴിഞ്ഞ തവണയും കൂടെ ഒരു സാധനം ഇറങ്ങിയുള്ളൂ. ഇന്നലെയും കൂടി കുളിച്ചിറങ്ങിയപ്പോൾ ജാസ്മിൻ കുളിച്ചിറങ്ങിയപ്പോൾ എത്ര പേര് അതിനെടുത്തിട്ട് വീഡിയോ ചെയ്ത് കുളിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ എന്നെ പറയുന്നത് അവൾ കുളിക്കുന്നില്ല എന്ന്. അത് അതിൻ്റെ ഉള്ള കണ്ടസ്റ്റൻസും പറയുന്നുണ്ട്, പുറത്ത് നാട്ടുകാരും പറയുന്നുണ്ട്. പിന്നെ ഞാൻ മാത്രം പറയുമ്പോൾ താങ്കളുടെ ഈ ചൊറി മേ ബി ചൂട് കൂടിയോണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും നമ്മളെ തളർത്തുന്ന ഒരു വിഷയമല്ല. നമ്മളുള്ള കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് സംസാരിക്കും. ആൻഡ് എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ സോറി പറയാനായിട്ട് നിങ്ങളുടെ ആരുടെ ഒത്താശ എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഗബ്രി ജാസ്മിൻ്റെ കാര്യത്തിൽ ഞാൻ സംസാരിച്ച കാര്യത്തിൽ എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. കാരണം എഗെയിൻ ഞാൻ പറയും, പാവപ്പെട്ടവരോ പണിക്കാരോ അല്ലെങ്കിൽ വീട് നോക്കുന്നവർക്ക് വൃത്തി പാടില്ലേ? പാവപ്പെട്ടവർക്ക് വൃത്തി പാടില്ലേ? വല്ലപ്പോഴേ കുളിക്കുള്ളൂ എന്ന് ജാസ്മിൻ പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യത്തിൽ ഗബ്രി പുറത്തിറങ്ങിയിട്ട് ജാസ്മിനെ കുളിപ്പിക്കാൻ വെള്ള പൂശാൻ നോക്കുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻഡ് എനിക്ക് വേറെ പറയാനുള്ളത് എഗെയിൻ ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. അപ്പോൾ വൃത്തിയെ പറ്റിയിട്ട് കൂടുതൽ ഗബ്രിക്ക് അറിയാമെന്ന് ഇവരുടെ രണ്ടുപേരും ഹണിമൂൺ പീരീഡ് അല്ല ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നു. ഒരുപാട് കണ്ടസ്റ്റന്റ് ഇടയിൽ 2 കണ്ടസ്റ്റൻസ് ആണ് ഇവർ. ഓക്കെ, അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ള പൂശുന്നു എന്ന് വെച്ചിട്ട് അതിനെപ്പറ്റി ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആൻഡ് ആരെ പറ്റി സംസാരിക്കുന്നു? അല്ലെങ്കിൽ ഗബ്രി ജാസ്മിൻ അവിടെ കണ്ടന്റ് ഉള്ളൂ, വേറെ ആരും കണ്ടന്റ് വരുന്നില്ല. ആരാണ് കണ്ടന്റ് ആയിരുന്നത് നിങ്ങൾ പറയാം. അവരുടെ കണ്ടന്റ് ജെന്യുവൻ ആണെങ്കിൽ നമ്മൾ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒരു ബേസിക് നോളേജ് താങ്കൾക്ക് ഞാൻ തരുന്നത് എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. ആരെയും കയറി അങ്ങോട്ട് ജഡ്ജ് ചെയ്യാതിരിക്കുക. ആര് പോസിറ്റീവ് ആര് നെഗറ്റീവ് എന്നൊക്കെ ഉള്ളത് അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർ പുറത്തേക്ക് കാണിക്കുന്നവരുടെ ക്യാരക്ടർ വൈസ് ആണ്. അപ്പോൾ താങ്കളുടെ ഇത്ര നേരത്തെ സമയത്തിനും എനിക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് തന്നതിനും ഒരുപാട് നന്ദി. ഇനിയും അയച്ചോളൂ കേട്ടോ, ചൊറിഞ്ഞിരിക്കുകയല്ലേ.